ആദ്യമായി മാതാവിനും തിരുകുമാരനും 1000 നന്ദി. എൻ്റെ പേര് പ്രതീഷ്, ഞാൻ കൊല്ലത്തു നിന്ന് വരുന്നു. ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് മെയ് മാസം 7-ാം തീയതി 2024 ആയിരുന്നു. ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം എനിക്ക് ഞാൻ ആഗ്രഹിച്ച ഒരു ജോലിക്ക് വേണ്ടിയായിരുന്നു. അത് ഉടമ്പടി എടുത്ത് അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് ഇപ്പോൾ എനിക്ക് അത് ജോലി കിട്ടി. കഴിഞ്ഞ മെയ് മാസം 15-ാം തീയതി എനിക്ക് ഓഫർ ലെറ്റർ വന്നു. ജോലിക്കുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഓഫർ ലെറ്റർ വന്നു, എല്ലാം കഴിഞ്ഞു, മെഡിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ മാസം 17-ാം തീയതി എൻ്റെ എല്ലാം കഴിഞ്ഞ് എനിക്ക് വിസ എല്ലാം കൈ കിട്ടി. അപ്പോൾ 18-ാം തീയതി ആയപ്പോഴത്തേക്ക് എനിക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചായിരുന്നു. അപ്പോൾ ആക്സിഡൻറ്റ് ഒരു സർജറി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ കൈയുടെ മൂവ്മെൻറ്റ് വളരെ കുറവായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ച് മാതാവിൻ്റെ തൈലം എല്ലാം, മാതാവിൻ്റെ ഉടമ്പടി തൈലം എല്ലാം തേച്ച് ഇപ്പോൾ എനിക്ക് ആ മൂവ്മെൻറ്റ് എല്ലാം കൈ നല്ല രീതിക്ക് മൂവ്മെൻറ്റായി കിട്ടി. അപ്പോൾ ഈ വരുന്ന അടുത്ത ചൊവ്വാഴ്ച ദിവസം, അതായത് മറ്റന്നാൾ ഞാൻ തിരിച്ച് കയറിപ്പോവുകയാണ്. ആഗ്രഹിച്ച ഒരു ജോലിയായിരുന്നു, റിഗ് വെൽഡറായിട്ടാണ് എനിക്ക് കിട്ടിയത്. ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിച്ച ജോലിയായിരുന്നു. പിന്നെ ഇത്രയും ലേറ്റ് ആവാനുള്ള കാരണം ഉടമ്പടിയിൽ ഞാനൊന്ന് ഉഴപ്പിയായിരുന്നു എന്ന് തോന്നുന്നു. കാരണം ആവശ്യത്തിന് കുറച്ച് മദ്യപാനമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം നിർത്തി, ഇപ്പം നല്ല രീതിക്കാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഇത്രയും ലേറ്റ് ആയത്. ഇപ്പം ഞാൻ നല്ല രീതിക്ക് മദ്യപാനവും കാര്യങ്ങളൊന്നുമില്ല, എല്ലാം നിർത്തി. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച ജോലിക്ക് ഞാൻ മറ്റന്നാൾ ജോയിൻ ചെയ്യാനായിട്ട് പോവുകയാണ്. സൗദിയിലാണ് ഞാൻ. പിന്നെ കാരുണ്യ പ്രവർത്തനമായിട്ട് ഫുഡൊക്കെ മേടിച്ച് കൊടുക്കുകയും, പിന്നെ അനാഥാലയത്തിൽ ഫുഡ് മേടിച്ച് കൊടുക്കുകയും, അനാഥാലയത്തിൽ പഠിക്കുന്ന പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അവശ്യ സാധനങ്ങളെല്ലാം മേടിച്ച് കൊടുക്കുകയും, പിന്നെ കാരുണ്യ പ്രവർത്തന പത്രം കൊടുക്കുകയും, പിന്നെ കയ്യിൽ ഉള്ള കണക്ക് പൈസയൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതോടുകൂടി എൻ്റെ അമ്മയും എൻ്റെ വൈഫുമാണ്. അവർക്കും ഇതണക്ക് കുറച്ച് അനുഭവങ്ങളുണ്ട്. മാതാവിൻ്റെ കാര്യം അത് അവർ പറയുന്നതാണ്, അവർക്ക് കൊടുക്കും. ആദ്യം തന്നെ ഞാൻ എൻ്റെ അമ്മായിക്കും അപ്പായ്ക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 10/7/23 ആദ്യമായിട്ട് ഞാൻ നിയോഗം വെച്ചത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയായിരുന്നു. ഹസ്ബൻഡും അതേപോലെ തന്നെ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അമ്മ കുറച്ച് അടയാളങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ ഹസ്ബൻഡിന് ജോലി കിട്ടിയ ആ തീയതി, അതായത് ജൂണിലാണ് ജോലി കിട്ടുന്നത്. അപ്പോൾ ജൂണിൽ ജോലി കിട്ടിയ ആ തീയതി അമ്മ എനിക്ക് കുറേ നാൾ മുന്നേ കാണിച്ചു തന്നു. 6 എന്ന് എപ്പോഴും എനിക്ക് മെഴുകുതിരിയിൽ അമ്മ കാണിച്ചു തരാറുണ്ടായിരുന്നു. അപ്പം എനിക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല, ഈ 6 എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഓഫർ ലെറ്റർ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ജോലിയുടെ കാര്യമാണ് അമ്മ എനിക്ക് കാണിച്ചു തന്നുകൊണ്ടിരുന്നത്. 6 എന്ന് പറയുന്നത് ജൂണാണ് അമ്മ എനിക്ക് കാണിച്ചു തന്നുകൊണ്ടിരുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. അതേപോലെ തന്നെ പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ടിക്കറ്റ് വന്നത് 9/9 എന്നൊരു ഡേറ്റ് അമ്മ എനിക്ക് പിന്നെ കാണിച്ചു തന്ന ഡേറ്റ് 9 ആയിരുന്നു. 9 എന്തെന്ന് എനിക്ക് പിന്നെ മനസ്സിലായില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓഗസ്റ്റ് 9 അങ്ങനെ വല്ലതും ആയിരിക്കും എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അമ്മ എനിക്ക് തന്ന ഡേറ്റ് 29 അതായത് ഈ വരുന്ന ചൊവ്വാഴ്ച 29-ാം തീയതി എൻ്റെ ഹസ്ബൻഡ് പോവുകയാണ്. ആ ഡേറ്റാണ് കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ അമ്മ എനിക്ക് തന്ന മറ്റൊരു അനുഗ്രഹം എന്ന് പറയുന്നത്, എനിക്ക് മുട്ടുവേദന ഉണ്ടായിരുന്നു. മുട്ടുവേദന 2-3 വർഷം കൊണ്ട് എൻ്റെ മുട്ടുവേദന ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ മരുന്നൊന്നും ഉപയോഗിക്കാറില്ല. ഞാനൊരു നഴ്സാണ്, പക്ഷേ ഞാൻ മരുന്നൊന്നും ഉപയോഗിച്ചിരുന്നില്ല. അങ്ങനെ അമ്മയുടെ തൈലം ഞാൻ എന്നും വിശ്വാസ പ്രമാണം ചൊല്ലി പുരട്ടുമായിരുന്നു. തേനും ഉപ്പുമൊക്കെ കഴിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് ഒരു ദിവസം ഞാനിങ്ങനെ മാതാവിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് മുട്ടുവേദന ഒന്നും തോന്നുന്നില്ല. അപ്പോൾ ഞാൻ കുറേ നേരം ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നു. അപ്പോഴും എനിക്കൊന്നും തോന്നുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മ മാറ്റി തന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. അതിനും അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. അതേപോലെ തന്നെ കാരുണ്യ പ്രവർത്തനമായിട്ട് ഞാൻ പൊതിച്ചോറുണ്ടാക്കി, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുണ്ടാക്കി ഞാൻ കൊണ്ട് കൊടുക്കുമായിരുന്നു. പിന്നെ പുറത്തുനിന്ന് ഫുഡ് ഉണ്ടാക്കാൻ പറ്റാത്ത സമയത്ത് പുറത്തുനിന്ന് ഫുഡ് ഉണ്ടാക്കി എല്ലാവർക്കും കൊണ്ട് കൊടുക്കും, വാങ്ങിച്ചും ഒക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ എനിക്ക് കാണുമ്പോഴത്തേക്ക് ഫുഡ് മാതാവ് എന്നോട് ഇങ്ങനെ പറയും, എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് തോന്നുന്നവർക്ക് ഞാൻ സഹായം ചെയ്യാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, അതേപോലെ തന്നെ ബസ് സ്റ്റാൻഡ്, വഴിയോരങ്ങളിലൊക്കെ ഞാൻ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്.
എൻ്റെ അമ്മ എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. എന്ത് കാര്യത്തിന് ഞാൻ അമ്മേനെ വിളിച്ചാലും അമ്മ അപ്പം തന്നെ എനിക്കൊരു മറുപടി എനിക്ക് തരാറുണ്ട്. എനിക്ക് എപ്പോഴും അമ്മ തരുന്ന മറുപടി മെഴുകുതിരിയിലൂടെയാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്. അമ്മ ഇനിയും എൻ്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് ആ അനുഗ്രഹങ്ങളെല്ലാം എനിക്കും എൻ്റെ കുടുംബത്തിനും തരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കണമെന്നും എല്ലാവരോടും ഞാൻ പറയാറുണ്ട്. ഈ അനുഗ്രഹങ്ങളൊക്കെ തന്നെ എൻ്റെ അമ്മയ്ക്ക് 1000 നന്ദി, 1000 ഒന്നും അല്ല, അതിൽ കൂടുതൽ നന്ദി ഞാൻ പറയുന്നു. എൻ്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് ഉടമ്പടിയിൽ ജീവിക്കാൻ കഴിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കൊല്ലത്ത് നിന്ന് പുയ്യപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വരുന്നു. എൻ്റെ പേര് സുനിത. എൻ്റെ മകനും മരുമകളുമാണിത്. പിന്നെ എനിക്ക് മുട്ടുവേദനയായിരുന്നു, 10 വർഷം കൊണ്ട് മുട്ടുവേദനയായിരുന്നു. ഒരുപാട് മരുന്ന് കഴിച്ച് ലാസ്റ്റ് മുട്ടിന് ഇഞ്ചക്ഷൻ എടുത്തു. എന്നിട്ടും മുട്ടുവേദന കുറവില്ല. ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യണം, മുട്ട് മാറ്റി വെക്കണമെന്ന് പറഞ്ഞു. ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ്. സർജറി 2 കഴിഞ്ഞതാണ്. ഇനിയും സർജറി ചെയ്യാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞു. എൻ്റെ മകൾ എന്നോട് പറഞ്ഞു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. 90 ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ തലേന്ന് മരുന്നൊന്നും കഴിക്കാതെ ഉടമ്പടി തൈലം മാത്രം പുരട്ടി വേദന സഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. രാത്രിയിൽ ഉറക്കം വരാതെ ഞാൻ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. തലേന്ന് ഇവിടെ വന്ന് എല്ലാവരും പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ മോനും ഒക്കെ പറഞ്ഞ് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം, വേറൊരു ഡോക്ടറെ കാണാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാനും ഉടമ്പടി പുതുക്കാൻ പോണു, വയ്യാത്ത കാലുമായിട്ടാണ് പോണത്. ബസ്സിലിരുന്ന് ഇത്രയും യാത്ര ചെയ്ത് എനിക്ക് വരാൻ പറ്റത്തില്ല. റൂമിൽ നിന്ന് പുറത്തോട്ട് പോലും ഇറങ്ങാൻ പറ്റാത്ത കണക്ക് വേദനയായി. ഞാൻ വണ്ടി ബുക്ക് ചെയ്തു. അച്ഛനെ കണ്ട് എനിക്ക് പ്രാർത്ഥിക്കണം, ഉടമ്പടി പുതുക്കണം, എൻ്റെ അമ്മ മാതാവ് മാറ്റി തരുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു. ഞാൻ അതുപോലെ തലേന്ന് ബുക്ക് ചെയ്തു. ഞാനൊരു അച്ഛൻ്റെ ആരാധന കണ്ടു, സാക്ഷ്യം കേട്ട് കിടന്ന് വൈകുന്നേരം ഒന്ന് മയങ്ങിപ്പോയി. അന്നേരം അമ്മ മാതാവ് സ്വപ്നത്തിൽ വന്ന് എൻ്റെ കാലിൽ കുരിശ് വെച്ച് തൊട്ടു. എൻ്റെ കാല് പടവുന്ന് കട്ടിലയിൽ വന്ന് വീണു. ഞാൻ ഞെട്ടി ഉണർന്നു. നോക്കുമ്പോൾ ഞാൻ സ്വപ്നം കണ്ടതാണെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ എഴുന്നേറ്റ് എൻ്റെ അമ്മ മാതാവ് എൻ്റെ വേദന മാറ്റി തന്നതാണോ എന്നറിയാൻ വേണ്ടി ഞാൻ എഴുന്നേറ്റ് നടന്നു. നല്ലതുപോലെ നടന്നു. അടുക്കളയിലും സിറ്റൗട്ടിലും ഒക്കെ പോയി നോക്കിയിട്ടും എനിക്ക് വേദന തോന്നിയില്ല. അങ്ങനെ കുഞ്ഞിനെ എടുത്തും കൊണ്ട് ഞാനൊന്ന് നടന്നു, വേദന മാറിയതാണോ എന്നറിയാൻ. അപ്പോൾ എനിക്ക് വേദന മാറി, എനിക്കൊരു വേദനയും തോന്നിയില്ല. അങ്ങനെ ഞാൻ എൻ്റെ മരുമകളടുത്ത് പറഞ്ഞ് ഞാനിതുപോലെ സ്വപ്നം കണ്ടു മോളെ, വേദന മാറിയതാണ്, അമ്മ മാതാവ് മാറ്റിയതാണെന്ന് എനിക്ക് മനസ്സിലായി. പിറ്റേന്ന് തന്നെ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു, ഉടമ്പടി പുതുക്കി അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. 10 വർഷമായിട്ടുണ്ടായിരുന്ന വേദന ഓപ്പറേഷൻ ചെയ്യണം, സർജറി വേണമെന്ന് പറഞ്ഞിരുന്ന മുട്ടുവേദന എൻ്റെ അമ്മ മാതാവ് മാറ്റിത്തന്ന് കോടാനുകോടി നന്ദി പറയുന്ന അമ്മ മാതാവിനും തിരുകുമാരനും. എൻ്റെ ജീവിതകാലം ഉടമ്പടിയിൽ തന്നെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മോളും ഉടമ്പടിയിലാണ്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് സാക്ഷ്യവും പറഞ്ഞിട്ടാണ് എൻ്റെ മോൾ UK പോയത്. എൻ്റെ മോനും മരുമോളും ഉടമ്പടി തന്നെയാണ്. ഞങ്ങളുടെ കുടുംബവും ഇങ്ങനെ തന്നെ പോകാൻ ആഗ്രഹിക്കുന്നു. അമ്മ മാതാവിന് കൊടാനുകൂടി നന്ദി പറയുന്നു. ഞാൻ കാരുണ്യ പ്രവർത്തനമായിട്ട് ഹോസ്പിറ്റലുകളിൽ പോവേൻ രോഗികളെ കാണുകയും എൻ്റെ അനുഭവങ്ങൾ പറയുകയും പത്രം കൊടുക്കുകയും പൊതിച്ചോറുണ്ടാക്കിക്കൊണ്ട് കൊടുക്കുകയും ഫുഡ് വരുത്തി അനാഥ കുഞ്ഞുങ്ങൾക്ക് സ്നേഹാലയം എന്ന് പറയുന്നൊരു അനാഥാലയം ഉണ്ട് ഞങ്ങളെ വീട്ടിനടുത്ത്, കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എവിടെ പോയാലും അമ്മ മാതാവിനെയും തിരുകുമാരനെയും പറ്റി പറയുന്നുണ്ട്. ഇതെൻ്റെ സാക്ഷ്യം. എൻ്റെ മക്കൾക്കും കിട്ടിയ അനുഭവങ്ങളെല്ലാം ഞാനോട് പറഞ്ഞു. ഒരു ആക്സിഡൻറ്റിൽ ഞാൻ എൻ്റെ മോൻ്റെ കൂടെ പോയപ്പോൾ ഉണ്ടായപ്പോൾ ഞാൻ ബാക്കിലിരിക്കുമായിരുന്നു, ബൈക്കിൽ തെറിച്ച് പോയി നടു റോഡിലാണ് വീണത്. എന്നെ എൻ്റെ അമ്മ മാതാവ് താങ്ങി, ഒരു പരിക്കും പറ്റാതെ എൻ്റെ അമ്മ മാതാവ് എന്നെ താങ്ങി കിടത്തി. അന്നേരം എനിക്കൊരു ഒരു തണുപ്പ് അനുഭവപ്പെട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു പോറൽ പോലും പറ്റാതെ എൻ്റെ അമ്മ മാതാവ് എന്നെ താങ്ങിയതാണെന്ന്. എല്ലാവർക്കും അത് അതിശയമായിരുന്നു. ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോനും മുഖത്തൊക്കെ ഇച്ചിരി ഒരു പരിക്കുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ സാക്ഷ്യം. ഞാൻ ഇനിയും ഉടമ്പടി പുതുക്കി ഉടമ്പടിയിൽ തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. കോടാനുകൂടി അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് ആയുസ്സും ആരോഗ്യവും കൊടുത്ത് അനുഗ്രഹിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ഒരു ദിവസം പോലും അച്ഛൻ്റെ പ്രാർത്ഥന ആരാധന കേൾക്കാതെ ഞാൻ കിടക്കാറില്ല. ദിവസവും 5:30 വൈകിട്ട് 7 മണിക്കും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്.